നമസ്കാരം. തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. മൈസൂരു അപ്പോളോ ആശുപത്രിയിലായിരുന്നു അവസാന ഘട്ട ചികിത്സകൾ. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ജാനകിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്വന്തം ഭാഷകളും അന്യഭാഷകളുമായി 20ഓളം ഭാഷകളിൽ 10,000-കണക്കിന് പാട്ടുകൾ പാടിയ വിസ്മയ ഗായികയാണ് എസ് ജാനകി. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്ത് 6 പതിറ്റാണ്ടിലേറെക്കാലം തൻ്റെ അസാധാരണമായ സ്വരമാധുര്യം കൊണ്ട് സാമ്രാജ്യം തീർത്ത പ്രതിഭയാണ് എസ് ജാനകി. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 ഏപ്രിൽ 23-ന് ആയുർവേദ ഡോക്ടറായ ശിസ്തില രാമമൂർത്തിയുടെ മകളായി ജനിച്ച ജാനകിയുടെ കുട്ടിക്കാലം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ പിന്നീട് അമ്മാവനായി ഡോക്ടർ ചന്ദ്രശേഖറിന്റെ സംരക്ഷണയിലാണ് വളർന്നത്. ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാൻ സാഹചര്യങ്ങൾ ലഭിച്ചില്ലെങ്കിലും ജന്മസിദ്ധമായ കഴിവിനാൽ 1956-ൽ ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയവർ സംഗീത ലോകത്തേക്ക് വഴി തുറന്നു. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയ. തുടർന്ന് 1957-ൽ മദ്രാസിലെ പ്രശസ്തമായ AVM സ്റ്റുഡിയോയിൽ ജോലി ലഭിച്ചതോടെ ചലച്ചിത്ര സംഗീതത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടു. അതേ വർഷം തന്നെ തമിഴ് ചിത്രത്തിൽ പാടിക്കൊണ്ട് തുടക്കം കുറിച്ചവർ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനത്തിലൂടെ മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചു. പിന്നീട് 1962-ൽ പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കെ എന്ന തമിഴ് ചിത്രത്തിലെ ശിങ്കാരവേലനെ ദേവ എന്ന ഗാനം തെന്നിന്ത്യൻ സംഗീത ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുകയും അവരുടെ സ്ഥാനം ഭദ്രമാവുകയും ചെയ്തു. മലയാളത്തിൽ ഒട്ടുമിക്ക പ്രഗത്ഭ സംഗീത സംവിധായകർക്കൊപ്പവും ജാനകി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും MS ബാബുരാജിന്റെ ഈണങ്ങളിലൂടെയാണ് അവരുടെ സ്വരമാധുരി മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയത്. തളിരിട്ട കിനാക്കൾ തൻ, അഞ്ജനക്കണ്ണെഴുതി, സൂര്യകാന്തി തുടങ്ങിയ അനശ്വര ഗാനങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. K. രാഘവൻ, ദക്ഷിണാമൂർത്തി, സലീൽ ചൗധരി, ജോൺസൺ, രവീന്ദ്രൻ, ശ്യാം തുടങ്ങിയ പ്രതിഭകളുടെ കീഴിൽ അവർ പാടിയ മഞ്ഞണിപ്പൂ നിലാവിൽ, സന്ധ്യയെ കണ്ണീരിതെന്തേ, ഗോപികെ നിൻവിരൽ, തേനും വയമ്പും, നാഥ നീവരും, കാലൊച്ച തുടങ്ങിയ 100 പാട്ടുകൾ മലയാളി ഹൃദയങ്ങളിൽ ഇന്നും വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കുന്നു. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദി, ബംഗാളി, ഒറിയ, ജർമ്മൻ, സിംഹള ഉൾപ്പെടെ 20ഓളം ഭാഷകളിൽ 10,000-കണക്കിന് ഗാനങ്ങളാണ് അവർ ആലപിച്ചത്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണയും ജാനകിയമ്മയെ തേടിയെത്തി. ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഗാനവും ഉൾപ്പെടുന്നു. ഇതിനു പുറമെ കേരള സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് 11 തവണയും ആന്ധ്ര, തമിഴ്നാട് സർക്കാരുകളുടെ നിരവധി പുരസ്കാരങ്ങളും അവർ സ്വന്തമാക്കി. 1988-ൽ V. രാമപ്രസാദുമായിട്ടായിരുന്നു അവരുടെ വിവാഹം. എന്നാൽ 1990-ൽ അദ്ദേഹം അന്തരിച്ചു. 2016-ൽ പുറത്തിറങ്ങിയ 10 കൽപ്പനകൾ എന്ന മലയാള ചിത്രത്തിലെ ഗാനത്തോടെ ചലച്ചിത്ര ആലാപനത്തോട് വിട പറഞ്ഞ ജാനകി 2017 ഒക്ടോബറിൽ മൈസൂരുവിൽ നടന്ന സംഗീത നിശയോടെ പൊതുവേദികളിൽ പാടുന്നതും അവസാനിപ്പിച്ചു. തലമുറകൾ എത്ര കഴിഞ്ഞാലും ഭാവസാന്ദ്രമായ ശബ്ദം ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമായി എന്നും നിലനിൽക്കും. മലയാളികൾക്ക് എസ് ജാനകിയല്ല, ജാനകി അമ്മയാണ്. തെന്നിന്ത്യയുടെ വാനമ്പാടി 88-ാം വയസ്സിൽ വിട പറഞ്ഞിരിക്കുന്നു.